നിങ്ങൾക്ക് ഒരിക്കലും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂസ് ഉള്ള ഒരു വ്യക്തിയാണോ? അതായിരിക്കുമോ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി നിങ്ങളുടെ ലൈഫിൽ കാണുന്നത്? അതിപ്പോൾ ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി ലൈഫ് ആയിരിക്കാം, ജോബ് ആയിരിക്കാം, പ്രൊഫഷൻ ആയിരിക്കാം, നിങ്ങളുടെ പർപ്പസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാണുന്ന ഒരിക്കലും അത് വിട്ടുകൊടുക്കില്ല. ഇപ്പം നമ്മുടെ വിശ്വാസങ്ങളായിരിക്കാം, മതവിശ്വാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ നിഷ്ഠകളായിരിക്കാം, എൻ്റെ ജീവിത രീതിയായിരിക്കാം, ശൈലിയായിരിക്കാം. ഇതൊന്നും ഞാൻ വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ മാറ്റം വരുത്താൻ പറ്റില്ല. എനിക്ക് ഒരിക്കലും നെഗോഷ്യബിൾ അല്ലാത്ത ഒരു പ്രയോറിറ്റി ഉണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാല്യൂ ഉള്ള വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാല്യൂ ആണ്. ഈ വാല്യൂ ആയിട്ട് മാച്ചുള്ള ഒരു പാർട്ട്ണർ ആയിരിക്കണം നിങ്ങൾക്ക് വരേണ്ടത്. അല്ലെങ്കിൽ ഈ വാല്യൂസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണറിനെയാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും ഈ ഒരു വാല്യൂ ആയിരിക്കണം നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വാല്യൂ വെച്ചിട്ട് കാണേണ്ടത്. ആ വാല്യൂ നിങ്ങളുടെ പാർട്ട്ണർ ആവാൻ പോകുന്ന വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് എൻ്റെ വാല്യൂ, ഇത് ഒരിക്കലും ഞാനിത് മാറ്റം വരുത്താൻ പറ്റില്ല. നിങ്ങൾക്കിത് അത് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കൂടി പറ്റുകയാണെങ്കിൽ മാത്രമാണ് വിവാഹത്തിലേക്ക് പോകേണ്ടത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് നമ്മുടെ വാല്യൂസുമായിട്ട് ചേരാൻ പറ്റുന്നതാണോ, ഒരു കൂട്ടിച്ചേരൽ സാധിക്കുന്നുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബാക്കി എല്ലാതും ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും. എന്നാലും നമ്മുടെ റിയൽ ആയിട്ടുള്ള വാല്യൂ നമ്മുടെ ഈ പ്രയോറിറ്റി ആയിരിക്കും. ആ പ്രയോറിറ്റിയിലൂടെയാണ് നമ്മുടെ ആ വാല്യുവേഷൻ നടക്കേണ്ടത്. ആ വാല്യുവേഷനിലൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും.